എ ബി സി ഡി ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്, എ ഉണ്ട് സി ഉണ്ട്. ഫസ്റ്റ് വൺ 3, 7 ആണ്. എക്സും വൈ ഒക്കെ ഏകദേശം ഇങ്ങനെ വരച്ചാല് 3, 7 എക്സ് ആക്സിസിൽ 3 റൈറ്റിലോട്ട് 3 പോകണം, 7 അപ്വേർഡ്. അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ ഉണ്ടാവും 3, 7. ഇതാണ് എ. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് 7, 9. അപ്പൊ 3 വരെ പോയാൽ പോരാ, 7 and 9 കുറച്ച് മുകളിലോട്ടും പോകണം. ഇതാണ് സി. ഇവിടുന്ന് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. സൈഡ്സ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. ഇതാണ് എ ബി സി ഡി. ഇനി ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ്. ബിയിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് 7 ആയിരിക്കും. കണ്ടോ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും ഇവിടെ 7. ബിയിൽ നിന്നിട്ട് ഇങ്ങനെ വൈ ആക്സിസിലോട്ട് നോക്കിയാൽ കണ്ടത്, എയിൽ നിന്നപ്പം വൈയിലോട്ട് നോക്കിയപ്പോ കണ്ട ആളാരാ 7 അല്ലെ, വൈ കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ 7. ഇനി ഡിയിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയാ 3, വൈ ആക്സിസിലോട്ട് നോക്കിയാ 9. ഇനി ക്വാഡ്രിലേറ്ററൽ വരയ്ക്കണ്ട, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് എ ബി സി ഡി. എ ബി, എ എന്ന് പറയുന്നത് -4, -2. ബി എന്ന് പറയുന്നത് 1, -2. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. അതുപോലെ എ ഡി ആ വേണ്ടത്. എ -4, -2. നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെ നോക്കാം. എ ബി എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -4, -1 ദ ഹോൾ സ്ക്വയർ പ്ലസ്, കണ്ടോ, -2, -2 രണ്ടും സെയിം ആണ്. ഇത് 0 ആയി പോകും. -2 -2 0 ആവും. -4 -1 എന്ന് പറഞ്ഞാൽ -5 ആണ്. -5 ദ ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ അത് 5 തന്നെ. ഇവിടെ എ ഡി വരുമ്പോഴും എക്സ് കോർഡിനേറ്റ്സ് സെയിം ആ. -4 -4 ദ ഹോൾ സ്ക്വയർ പ്ലസ് -2 ദ ഹോൾ സ്ക്വയർ. ഇത് 0 ആയി പോകും. -2 എന്ന് പറഞ്ഞാല് -4 ആണ്. അത് 4 വരും. ഇതിപ്പോ ഇവിടെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയതുകൊണ്ട് ആക്ച്വലി എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും മതി. എ ബി എന്ന് പറയുമ്പോൾ അങ്ങനെ സ്പീഡിൽ വേണമെങ്കിൽ എടുക്കാം. എ ബി എന്ന് പറയുമ്പോൾ മോഡുലസ് എടുക്കണം, അതായത് ആബ്സല്യൂട്ട് വാല്യൂ. നെഗറ്റീവ് എടുക്കില്ലല്ലോ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ വരുമ്പോൾ. അപ്പൊ -4 -1 ഇതിന്റെ മോഡുലസ് എടുത്താൽ മതി, അതായത് -5 ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 5. ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആ. അപ്പോ വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുത്താലും മതി. പക്ഷെ ഇത് എപ്പോഴും നമ്മൾ ഓർക്കണം എന്നില്ല. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാലും ഇതേ സെയിം ആൻസർ കിട്ടും. സെന്റർ ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ശരിക്കും 5 യൂണിറ്റ് കിട്ടണം. ആ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇത് സെന്റർ ഓഫ് ദ സർക്കിൾ 3, 0 ആണ്. അപ്പൊ ഇത് എക്സ് ആക്സിസ് ആണ് ഈ കിടക്കുന്നത്. 3, 0 എന്ന് പറയുമ്പോ എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 0. ഇനി ഇവിടെ വരുമ്പോഴോ, ഇത് ഞാനിപ്പോ ബി എക്സ് ആക്സിസിൽ ബി ഉണ്ടാവും, പക്ഷെ വൈ ആക്സിസ് അപ്പോഴും വൈ ആക്സിൽ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ആലോചിക്കാം. ഇവിടെയോ ക്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ഇതുണ്ട്, ഇത് വൈ ആക്സിസിലെ പോയിന്റാ. വൈ ആക്സിസിലുള്ള പോയിന്റിൽ മുഴുവനും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെയും എക്സ് കോർഡിനേറ്റ് 0. ഞാൻ സ്മോൾ ലെറ്റർ പി ആ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോണ്ടിരിക്കേണ്ടത്. ഇത് എ ഇതെടുത്താല് ഇത് എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റാ. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, പക്ഷെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഇവരെല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 കിട്ടണം. അത്ര 5 കിട്ടണമെങ്കിൽ ഇത് 0, ഇത് 0. അപ്പൊ ബി എത്രയായിരിക്കണം? അങ്ങനെ ആലോചിച്ച് നോക്ക്. ബി -3, 5 കിട്ടണം. എത്രയായിരിക്കും? 8 ആയിരിക്കും. കറക്റ്റ്. അങ്ങനെ ആലോചിച്ച് നോക്കണം. റജുവിന് മനസ്സിലായോ എങ്ങനെയാ പോണേന്ന്? ഒന്നും കൂടി പറയണോ? നോക്ക്.
സി ബി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് കിട്ടണം. കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ 5 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിയുടെ കോർഡിനേറ്റ്സ് 30 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ B0 എന്ന് എടുക്കുക. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 3 മൈനസ് ബി, ഇത് 5 എന്ന് കിട്ടണം. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 5 ആവണമെങ്കിൽ ബി എന്ന് പറയുന്നത് 8 ആവണം. അപ്പൊ ഈ പോയിന്റ് 8 0 ആണ്. ബി കിട്ടി. ഇതേപോലെ എ ആലോചിച്ചെടുക്കാം. എയും സിയും, സി എയും ആക്ച്വലി 5 യൂണിറ്റ്സ് തന്നെ കിട്ടണം. അപ്പോഴും യെസ്, ഇത് എ എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് സൈഡിലോട്ടാ അല്ലെ, എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിലോട്ടാ. അപ്പോ -2 -3 ചെയ്യുമ്പോഴാണ് നമുക്ക് 5 വരുന്നത്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് -2 ആണെന്ന് മനസ്സിലാവും. ഇതപ്പോ -2 0 ആണ് ഈ പോയിന്റ്. ഇനി നോക്കേണ്ടത് സി ക്യു. സി ക്യു ഡിസ്റ്റൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. എക്സ് കോർഡിനേറ്റ്സ് സബ്ട്രാക്ട് ചെയ്തു, സ്ക്വയർ എടുത്തു, പ്ലസ് 0 മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ക്യൂ. ഇതും ആക്ച്വലി റേഡിയസ് ആണ്, 5 ആയിട്ട് കിട്ടണം. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. 9 പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 25 ഉണ്ട്. ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. 9 പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ 25. ഇനി ക്യൂ സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ 9നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. 25 മൈനസ് 9 16. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 16. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ, ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഈ ക്യൂ എന്ന് പറയുന്ന ആള് വൈ ആക്സിന് താഴോട്ട്, അതായത് നെഗറ്റീവ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 4 എന്ന് എടുക്കാം. അപ്പൊ ഇത് ആക്ച്വലി 0 മൈനസ് 4 ആണ് പോയിന്റ്. കാരണം ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് താഴോട്ടാണ്, y കോർഡിനേറ്റ് നെഗറ്റീവ് വരണം. ഇനി നേരെ അപ്പുറത്ത് കിടക്കുന്ന ആളാണ് പി. അപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിൽ എഴുതാം. ഇത് 0 4 ആയിരിക്കും പി. അപ്പൊ ഈ പറഞ്ഞ എ ബി പി ക്യൂ എല്ലാത്തിന്റെയും കോർഡിനേറ്റ്സ് കിട്ടി. ഒരു ഇത് കണ്ടോ, ഇത് 8ലാണ് നിൽക്കുന്നത് കണ്ടോ, ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം. ഇത് 8ലാ എത്തി. എന്ത്, എക്സ് കോർഡിനേറ്റ് 8ലെത്തി. ഇവിടെ 3 ആയിരുന്നു. അപ്പൊ ഇൻ ബിറ്റ്വീൻ 3 ആൻഡ് 8 ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാൻ പോവാം. ഇൻ ബിറ്റ്വീൻ 3 ആൻഡ് 8 ഏതെങ്കിലും ഒരു നമ്പർ എടുത്താല്, ഞാനിപ്പോ ഒരു 4 എടുക്കാന്ന് വിചാരിച്ചോ. എക്സ് കോർഡിനേറ്റ് 4 ആക്കി വെച്ചു. അപ്പൊ y കോർഡിനേറ്റ് എന്താവും എന്ന് നോക്കാൻ പോവാം. അപ്പൊ പോയിന്റ് ഞാൻ എഴുതുന്നത് 4y. ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് ഞാൻ 4 ആണെന്ന് ഫിക്സ് ചെയ്താല്, അതായത് ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാല് ടച്ച് ചെയ്യുന്ന പോലെ, സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. ഇതുണ്ടോ, ഇവിടെ ഏകദേശം അത് സി, ഇത് 3 ആണല്ലോ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്. അപ്പൊ 4ൽ കൂടെ ഇങ്ങനെ ലൈൻ വരച്ചാല് ഉണ്ടോ, നമുക്ക് സർക്കിളിനെ ടച്ച് ചെയ്ത് 2 പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുക, എക്സ് കോർഡിനേറ്റ് 4 ആക്കി എടുത്തു, y കോർഡിനേറ്റ് അറിയില്ല, അങ്ങനെ ഇട്ടു. എന്നിട്ട് നമുക്ക് വേണ്ട റേഡിയസ് അല്ലെ, ഈ പോയിന്റിന് ഞാനിപ്പോ ഈ ഫിഗറിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേര് കൊടുക്കണ്ടേ, ഡി എടുക്കട്ടെ. അപ്പോ നമ്മുടെ ഉദ്ദേശം ഇതാ, സി ഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദിസ് ന്യൂ പോയിന്റ്. അത് നമുക്ക് 5 തന്നെ കിട്ടണം, ബിക്കോസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ 5 ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് സി എന്ന് പറയുന്നത് എത്രയാന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, 30. ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോ 4 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5. ഇങ്ങനെയായി. 4 മൈനസ് 3 1. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 5. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. അപ്പൊ 1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 25. y സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 1 24 എന്ന് കിട്ടും. ഇനി
y എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 24. അപ്പോ ഞാന് ഒരു പോയിന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനില് ഫൈൻഡ് അനദർ പോയിന്റ്. നമ്മളിപ്പോ പ്ലസ് ഓർ മൈനസ് 24 എന്ന് കിട്ടിയാല് അതിന്റെ മീനിങ് ഇങ്ങനെയാ. ഇതിപ്പോ താഴത്തെ പോയിന്റ് എടുക്കണമെങ്കിൽ ഈ പോയിന്റ് കിട്ടുക, ഇത് 4 മൈനസ് റൂട്ട് 24 ആയിരിക്കും. ഈ ഒരു പോയിന്റ് ഞാനിപ്പോ എടുത്താല്, ഇത് ഡി എന്നെടുത്താല്, ഈ പോയിന്റ് ഇ എന്നെടുത്താല് ഈ പോയിന്റ് വരുന്നത് 4 പോസിറ്റീവ് റൂട്ട് ഓഫ് 24 എന്നായിരിക്കും. ഇതതിന്റെ മീനിങ്. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 4 എടുത്തേ ഉള്ളൂ. വേറെ എടുത്താൽ വേറെ വാല്യൂ കിട്ടും. അപ്പോ another points നമുക്ക് ഇങ്ങനെ എഴുതാം. ഡി നമുക്ക് ഒരെണ്ണം കിട്ടിയത് 4 മൈനസ് റൂട്ട് ഓഫ് 24. നമ്മുടെ ഫിഗറിനനുസരിച്ച് ഞാൻ എഴുതിയെന്നുള്ളൂ. ഈ 4 റൂട്ട് ഓഫ് 24. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 9 പ്ലസ് 25 സ്ക്വയർ റൂട്ട് ഓഫ് 34. ഇനി റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 5 ആണ്. ഇത് കണ്ടോ, സ്ക്വയർ റൂട്ട് ഓഫ് 34 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അതുകൊണ്ട് 0,5 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. Distance between the center and the given point is greater than the radius of the circle. So it is outside the circle.